ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ കിട്ടാതിരിക്കാനുള്ള നല്ലൊരു ഐഡിയ പറഞ്ഞോ, ഞാൻ ലൈവായിട്ട് കാണിക്കാം. അതായത് നിന്നിപ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തു, ഓക്കെ, എന്നിട്ട് ഒരാൾ ചോദിക്കാണ് വിൽ യു മാരി മീ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വിൽ യു ബി മൈൻ. അപ്പൊ ഇത് ഈ രണ്ടെണ്ണത്തില് രണ്ടാൾക്കാരാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആരെയാണ് നിനക്ക് ഇഷ്ടപ്പെടുക? യെസ്, വിൽ യു ബി മൈൻ എന്ന് പറഞ്ഞ ആളെയാണ് നസ്മിലാക്ക് ഇഷ്ടപ്പെടുക. കാരണം എന്താ, അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ. അപ്പൊ വിൽ യു മാരി മീ എല്ലാവരും ഉപയോഗിക്കുന്ന. അപ്പൊ വിൽ യു ബി മൈൻ, നീ എന്റേതാകുമോ. മൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്റേത് എന്നർത്ഥമാണ്. അപ്പൊ ഇംഗ്ലീഷിൽ നല്ലൊരു പ്രയോഗമാണ് മൈൻ. ഞാൻ വേറെ കുറച്ച് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇറ്റ്സ് മൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എന്റേതാണ്. ഇറ്റ്സ് നോട്ട് മൈൻ എന്ന് പറഞ്ഞാൽ ഇത് എന്റേതല്ല. ഇപ്പൊ ഈ ബുക്ക് എന്റേതാണ്, ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറയാം. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ ബുക്ക് എന്റേതല്ല, ദിസ് ബുക്ക് ഈസ് നോട്ട് മൈൻ എന്ന് പറയും. അതേപോലെ എന്റേത് വർക്ക് ചെയ്യുന്നില്ല, മൈൻ ഈസ് നോട്ട് വർക്കിംഗ്. എന്റേത് വർക്ക് ചെയ്യുന്നുണ്ട്, മൈൻ ഈസ് വർക്കിംഗ്. കണ്ടോ, ഈ മൈൻ അടിപൊളിയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കുക, സേവ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും കുറെ ഗ്രാമറും കാര്യങ്ങളല്ല, നിരന്തരം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ ഫണ്ണായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. 2 മാസം നിങ്ങൾ ഫ്രീയിൽ 45 മിനിറ്റ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മുകളിൽ പോകാൻ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക് യു.